എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പൊ അയാൾ തെറ്റുകാരനല്ലെങ്കിലും ഞാൻ ചോദിച്ചു, ഞാനിത് മനുഷ്യൻ ചോദിച്ചു ഇത് ശരിയാണോ ചെയ്തതെന്ന് വെച്ചപ്പോ മക്കളെ പിടിച്ച് സത്യം ചെയ്യണം, ഞാൻ ചെയ്തിട്ടില്ല. എത്ര വർഷം കൊണ്ട് ദിലീപിന്റെ കരിയർ ഭയങ്കരമായിട്ട് നശിച്ച പോലെ തോന്നുന്നുണ്ട്. എന്നാലും കുറെ അവസരങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ പുതിയൊരു വിഷയം കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, പൾസർ സുനിയും ദിലീപും തമ്മിൽ പണ്ടൊക്കെ ജങ്ക് ജഗ ഭയങ്കര ക്ലോസ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ മീഡിയക്കാര് ഇടയ്ക്കൊരിക്കൽ പൾസർ സുനിയായിട്ട് ദിലീപ് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഫോട്ടോ എടുത്തിട്ട് അവസാനം റിയാസ് എന്ന് പറഞ്ഞ ആ വ്യക്തി രംഗത്ത് വന്നേക്ക് അറിയായിരിക്കും. ഓക്കെ, ഇപ്പൊ പൾസർ സുനിയും ദിലീപും തമ്മിൽ വർഷങ്ങൾക്ക് മുന്നേ ബന്ധം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഈ പൾസർ സുനി ആണെങ്കിൽ ദിലീപിന്റെ കല്യാണരാമൻ എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കഥയിലെ രാജകുമാരിയും ഭുവകുമാരനും ഒന്നാവാം, പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. പാട്ട് വേണ്ടല്ലേ? ഓക്കെ, പാടുന്നില്ല. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് ആദ്യം ആ കൊച്ചു ഭാഗം ഒന്ന് കാണാം, എന്നിട്ട് പൾസർ സുനിയെ പരിചയപ്പെടാം. എനിക്ക് തിരിച്ചു കിട്ടി. Wow, that him. Yeah, target. Zoom பண்ணு. Yes, പൾസർ സുനി അവൻ തന്നെ അല്ലേ? അവന്റെ മോന്ത പോലെ ഇരിക്കുന്നുണ്ട്. ഇനി ചിലപ്പോ അവനായിരിക്കത്തില്ല, നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പൾസർ സുനി തന്നെ പറയാറുന്നല്ലോ, ഞാൻ പണ്ട് ദിലീപിന്റെ കൂടെ കല്യാണരാമൻ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്, നമ്മൾ അന്നേക്കെ ക്ലോസ് ആണെന്ന് പറയൂലായിരുന്നു. പക്ഷെ ഇത് അവനാണെന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഒരു ഫേസ് കട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ അവനാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം അവൻ ഉപയോഗിക്കുമായിരുന്നു അല്ലേ? പിന്നെ ഇവൻ പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും സിനിമാ ഫീൽഡിലൊക്കെ ഇവൻ ഉണ്ടെന്നുള്ളൊരു കാര്യം സംസാരം കരക്കമ്പിയിലുണ്ട് പൊതുവേ. പിന്നെ അതുപോലെ തന്നെ ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ ആണ് ഇതെങ്കിൽ ഇവൻ അത്യാവശ്യം സിനിമാ ഫീൽഡിൽ നല്ല ഹോൾഡും ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാൻ സാധിക്കും. കാരണം ഇവൻ കഴിവ് കണ്ടൊരു കഴിവേറിയാണെങ്കിലും ഈ നടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു കഴിവ് തന്നെ ഇല്ല. അല്ലാണ്ട് ഇവൻ സിനിമാ ഫീൽഡിൽ ഡ്രൈവറും അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് അത്യാവശ്യം എല്ലാവരുമായിട്ട് നല്ല ഹോൾഡ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെയൊക്കെ സൈഡിൽ കയറി ഇരിക്കാൻ സാധിക്കും. ഇങ്ങനെ അവനാണ് ഈ ഇരുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഉറപ്പിക്കാൻ പറ്റത്തില്ല ദിലീപുമായിട്ട് അവൻ ഭയങ്കര ക്ലോസ് ആണെന്ന്. എങ്കിൽ അവിടെ ഇരിക്കുന്ന ബാക്കി സകലമായ ആൾക്കാരും ഉണ്ട്, ബാക്കി എത്രയോ പെമ്പിള്ളാരും പയ്യന്മാരും എല്ലാം ഇരിക്കണം, ഇവരെല്ലാവരും ദിലീപുമായിട്ട് ഭയങ്കര ക്ലോസ് ആണെന്നും കൂടി നമ്മൾ വാദിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ഒറ്റ ഫോട്ടോ വെച്ചിട്ട് ഇതിപ്പോ പൾസർ സുനി ആണെങ്കിൽ അവനാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അവനുമായിട്ട് ഇത്രയും കമ്പനിയാണ് ദിലീപ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇവിടെ മറിഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ, ഇത് അവനെ പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് അവന്റെ ഫേസ് കട്ട് പോലെ തന്നെ തോന്നി. ഇനി എങ്ങോട്ട് പൾസർ സുനി ആണെങ്കിൽ ഗതാഗുത നമുക്ക് നോക്കാം. എന്തായാലും 2 ദിവസത്തിനകത്ത് ഇത് പൾസർ സുനിയാണോ അല്ലേ എന്ന് പുറത്തു വരുമായിരുന്നു. പിന്നെ ഇവൻ ആയിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവൻ ഇതെടുത്തൊരു ഇതാക്കണ്ടേ? പൾസർ സുനി എന്ന് പറയുന്ന ഞാൻ ദിലീപിന്റെ കൂടെ ഇന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ സിനിമ എടുത്ത് നോക്കെന്ന് പറയൂലായിരുന്നു. അങ്ങനെ ഒരു സാധനം അവിടെ കിടപ്പുണ്ട്. നോക്കാം. അവനെ പോലെ ഇരിക്കുന്നുണ്ട്. അവൻ തന്നെ ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ബാക്കി വീഡിയോ ആണ്. അവള് രാമഭദ്രൻ തല്ലിയവൻ. രാമഭദ്രൻ തന്നെ അവൻ. പിടിച്ചോ. അവൻ തന്നെ തോന്നുന്നു കേട്ടോ. അറിയില്ലടേ, ഇതിപ്പോ എന്തുവാടേ, ഇതിപ്പോ എന്ത് ചെയ്യേ? അവനാണോ അല്ലേ? ഇനിയിപ്പോ അവനാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ദിലീപ് അവനോട്ട് ക്ലോസ് ആണെന്ന് നമുക്ക് ഒരിക്കലും വാദിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവൻ അവിടെ പിടിച്ചിരുത്തിയ ഡയറക്ടർ കം ബാക്കിയുള്ള പ്രൊഡ്യൂസർ കം ബാക്കി എല്ലാവരെയും തൂക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇവൻ ദിലീപിന്റെ ഒരു സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചെന്ന് വെച്ചിട്ട് ഒരിക്കലും ദിലീപിന്റെ കൂടെ ചേർന്ന് ദിലീപിന്റെ പിൻഗാമി അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി ചെയ്തെന്ന് ഒരിക്കലും നമുക്ക് വാദിക്കാൻ പറ്റത്തില്ല. കോടതിയിൽ തന്നെ ഒരു തെളിവ് പോലും നേരെ ഇല്ലായിരുന്നു. അങ്ങനെയാണ് കോടതി വെറുതെ വിട്ടത്. ഇനി രാഹുൽ ഈശ്വർ പുറത്തു വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫോട്ടോഷോപ്പിന്റെ ഒരു കേസ്, പ്രത്യേകിച്ച് ദിലീപിനെ കുടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ അന്ന് കെട്ടിച്ചമച്ച ഫോട്ടോയാണ് എന്നൊക്കെ ഉള്ള ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം, എന്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെന്റ് ആലോചിച്ച് നോക്കുക. രാഹുൽ ഓക്കെ, ദൈവത്തിന്റെ കയ്യൊപ്പെന്ന് പറഞ്ഞുകൊണ്ട് പൾസർ സുനിയും ദിലീപും ഒരുമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അന്നൊരു ഫോട്ടോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ആള് വേറെ ആയിരുന്നു, റിയാസ് എന്ന് പറയുന്ന ആളായിരുന്നു. അന്ന് ഇതുപോലെ ഒരു ഫോട്ടോ പ്രചരിപ്പിച്ച മീഡിയക്കാര്. അതേ മീഡിയക്കാർ പറയുന്നതാണ് ഇന്ന് നാട്ടുകാർ വിശ്വസിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്മാർ പറയുന്നത് ശരിയാണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സത്യം തെളിയുന്നത് വരെ നിൽക്കും.
ഇവിടെ ഇപ്പം ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ദിലീപിന്റെ തലയിൽ ഇട്ടിട്ട് ഈ ന്യൂസ് അങ്ങ് 10 ദിവസം കഴിയുമ്പോൾ വിട്ടിട്ട് വലിഞ്ഞിട്ട് നമ്മൾ വേറെ വിഷയത്തിലോട്ട് പോകും. പക്ഷേ ഇവിടെ ദിലീപ് അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അതുപോലെ ദിലീപാണ് ഈ കുറ്റം ചെയ്തിട്ടുള്ളതെങ്കിൽ ദിലീപിന് ശിക്ഷിക്കപ്പെടാതെ ദിലീപ് രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഏതറ്റം വരെയും പോയിട്ട് പ്രതികരിക്കുക, നീതി നമ്മുടെ അതിജീവിതയ്ക്ക് കിട്ടണം, അതുവരെ നമ്മൾ പ്രതികരിക്കുക, പോരാടുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, കോടതി വെറുതെ വിട്ട ഒരാളാണ്. ആ ആളല്ലെങ്കിൽ പിന്നെ ആരാണ്? അപ്പൊ നമ്മൾ അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വാദിക്കണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം. നമ്മളെപ്പോലുള്ള ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് സംസാരിക്കണം. ഈ കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കണം. മുഖ്യമന്ത്രിയുടെ കണ്ണിൽ പെടണം. അങ്ങനെ ഇത് റീഓപ്പൺ ചെയ്ത് ഇതിൽ തക്കതായ രീതിയിൽ അന്വേഷണം നടത്താനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കണം. അല്ലാണ്ട് എല്ലാവരും ദിലീപിനെ തെറി വിളിക്കുന്നതിന്റെ തിടുക്കത്തിലാണ്. അങ്ങനെയുള്ളവരടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇനി അന്ന് പോലീസുകാർ ഒരു ഫോട്ടോ എടുത്ത് വിട്ടുകൊടുത്ത് മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ റിയാസ് എന്ന് പറയുന്ന ഒരു വേറെ വ്യക്തിയുമായിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത്. ആ വ്യക്തി അന്ന് വന്ന് പ്രതികരിച്ച് നമുക്കൊന്ന് കണ്ടുനോക്കാം. പൾസർ സുനി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ലോകം മൊത്തം മലയാളിയുടെ മുമ്പ് പ്രചരിപ്പിച്ച ഫോട്ടോ എന്റെ ഫോട്ടോയാണ്. ഞാനും ആ മനുഷ്യനും ഒന്നിച്ചുള്ള ഫോട്ടോയാണ്. പൾസർ സുനിക്കൊപ്പം ദിലീപ് എന്ന് പറഞ്ഞ വ്യാപകമായിട്ട് റിയാസ് കേട്ടല്ലോ, റിയാസ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് അന്ന് പ്രചരിപ്പിച്ചത്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്, മീഡിയക്കാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പടി എടുത്തങ്ങ് അടിച്ചോളൂ, വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്. ഇതാണ് മീഡിയക്കാർ ചെയ്യുന്നത്. അവർക്ക് ഒരാളെ താഴ്ത്തിക്കെട്ടണം, ചവിട്ടി താഴ്ത്തണം എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ മാക്സിമം അവരതങ്ങ് പ്രാബല്യത്തിലാക്കും. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിനൊപ്പം നീതിക്കൊപ്പം ഒക്കെ നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അത് മാറി TRPക്കൊപ്പം നിൽക്കുന്ന കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ദിലീപിനെ പറ്റി സംസാരിക്കുമ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഞാൻ ഒരിക്കലും സപ്പോർട്ടീവ് അല്ല. സത്യം ജയിക്കണം, ന്യായം ജയിക്കണം എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ദിലീപിനെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് 2 കിലോ കൂടുതൽ കിട്ടാനൊന്നും പോകുന്നില്ല കേട്ടോ. ദിലീപിനെ ചീത്ത വിളിക്കുന്നവർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ്. ശ്രദ്ധിച്ചു നോക്ക് വ്യൂവർഷിപ്പ് എടുത്ത്. ഞാനിവിടെ ദിലീപിനെ ചീത്ത വിളിക്കാത്തതിന്റെ കാരണം കോടതി വെറുതെ വിട്ടു. അങ്ങനെ വെറുതെ വിട്ടെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ ആര്? അതാണ് അറിയേണ്ടത്. ഇനി ദിലീപ് ആണോ യഥാർത്ഥ കുറ്റവാളികൾ? അതും അറിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. അല്ലാതെ വന്നിരുന്നിട്ട് ദിലീപാണ്, മറ്റാണ്, മാനയാണ്, തേങ്ങയാണ്, കോടയാണെന്ന് പറഞ്ഞാൽ അവനെ 10 തെറി വിളിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ സപ്പോർട്ട് കൂടുതലിട്ട് വാ, അതിലെ നീ പൊളിച്ച്, നീ കലക്കി, നീ തിമിർത്ത്. അതിന്റെ ആവശ്യം എനിക്കില്ല. ന്യായത്തിന്റെ ഒപ്പം സത്യത്തിന്റെ ഒപ്പം നിന്നും കൊണ്ട് തെളിയിക്കണം. ഇവിടെ ദിലീപിനെ തെറി വിളിച്ചിട്ട് കിട്ടുന്ന വ്യൂവർഷിപ്പ് എനിക്ക് ചിലപ്പോൾ കുറച്ച് പൈസ കൂടുതൽ കിട്ടുമായിരിക്കും, അല്ലേ? നിങ്ങൾ ചിന്തിക്ക്, എനിക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടുമായിരിക്കും. എനിക്കതിന്റെ ആവശ്യമില്ല. അങ്ങനെ ദിലീപിനെ തെറി വിളിച്ചിട്ട് ഈ ന്യൂസ് ഇങ്ങനെ തീർത്ത് 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വിഷയത്തിലോട്ട് പോകുന്നതല്ല എന്റെ യോജിപ്പ്. പകരം ദിലീപിനെ കോടതി വെറുതെ വിട്ടെങ്കിൽ ഈ ഗൂഢാലോചന നടത്തിയത് ആരെന്ന് കണ്ടുപിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടണം, അതാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് ദിലീപിനെ 10 തെറി വിളിച്ച് ഇവിടെ വലിയ മാസ് കാണിക്കുന്നതല്ല ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ സത്യം തെളിയണം, അതാണ് അതിന്റെ ശരി. ഇനി നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്ന കേട്ടോക്കാം. കുറച്ചുകൂടെ സാധാരണക്കാരനാണ്. 16 ദിവസമേ ജയിലിൽ കിടന്നുള്ളൂ. ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നു. പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു. ഏത് കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ? ആ ഫോട്ടോ എന്തായിരുന്നു? ഫോട്ടോഷോപ്പായിരുന്നു. കേട്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഈശ്വർ പറഞ്ഞാണ്. രാഹുൽ ഈശ്വർ മിക്കവാറും അടുത്ത വകുപ്പിൽ അടുത്ത് വീണ്ടും കയറി ജയിലിൽ പോകാനുള്ള എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. ഫോട്ടോഷോപ്പ് പോലീസുകാർ ഉണ്ടാക്കിയ ഫോട്ടോ എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയെങ്കിൽ എന്റെ പൊന്നളിയ, ഇത് വമ്പന്മാരുടെ കളിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ദിലീപിനെ നശിപ്പിക്കുക, കരിയർ ഇല്ലാണ്ടാക്കുക എന്നതായിരുന്നു അജണ്ടയെങ്കിൽ, ഇനി മറിച്ച് ദിലീപാണ് ഇതിന്റെ പിന്നിലെങ്കിൽ, രണ്ടും കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. സത്യം നമുക്ക് അറിയത്തില്ല. നമ്മൾ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി വേണം പ്രതിഷേധിക്കാൻ. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വന്നിരുന്നിട്ട് ദിലീപിനെ 10 തെറി വിളിച്ചിട്ട് പോയ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും, അതിലെ നീ പൊളിച്ചടാ എന്ന് പറയും. എനിക്കത് വേണ്ട. എന്റെ മനസാക്ഷി കുത്തിന് നോക്കിയേ ഞാൻ സംസാരിക്കത്തുള്ളൂ. ഇവിടെ കോടതി ഒരാളെ വെറുതെ വിട്ടെങ്കിൽ, പ്രതിയല്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. അയാളെ വീണ്ടും തെറി വിളിച്ച് ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്യേണ്ടത്. അയാളാണോ ഇനി മറ്റാരെങ്കിലും ആണോ എന്ന് അന്വേഷിക്കണം. ബുദ്ധിയും ലോജിക്കും ഉപയോഗിച്ച് ചിന്തിക്കാൻ പഠിക്കും. അല്ലാണ്ട് വന്നിട്ട് 10 തെറി വിളിച്ചു കഴിഞ്ഞാൽ മാസാവത്തില്ല. വിളിക്കും, അത്രയും ഉറപ്പുള്ള കാര്യത്തിലാണെങ്കിൽ വിളിക്കും, അല്ലാതെ വിളിക്കേണ്ട കാര്യമില്ല. പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്ത് തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും? ഇനി നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ പൾസർ സുനി, ഞാൻ ആ ഫോട്ടോയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാണ് പോലീസുകാരെ നമ്മുടെ
ഒറിജിനൽ ഫോട്ടോ റിയാസ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി റിയാസ്, എല്ലാവർക്കും അറിയാം റിയാസ് എന്ന് പറയുന്നത്. റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ എടുത്ത് ഫേക്ക് ചെയ്താണ് ആ ഫോട്ടോ ഉണ്ടാക്കിയത്. റിയാസ് ആ വീട്ടിൽ വന്ന് ഇപ്പൊ പറയുകയും ചെയ്തു, എന്റെ ഫോട്ടോ എടുത്ത് അതിൽ പൾസർ സുനിയുടെ മുഖം വെട്ടി ഒട്ടിച്ച് അങ്ങനെയാണ്. ആ റിയാസിന്റെ വീഡിയോ ക്ലിപ്പാണ് ഞാൻ കുറച്ചു മുന്നേ കൊടുത്തത്. ആ റിയാസിനെയാണ് നിങ്ങൾ കണ്ടത്. അതായത് റിയാസിന്റെ ഫോട്ടോ എടുത്ത് അവിടെ പൾസർ സുനിയാണെന്ന് പറഞ്ഞ് വെട്ടിച്ച് അടിച്ചിറക്കിയ സാധനമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അപ്പൊ എന്താണ് അവിടുത്തെ ലക്ഷ്യം? ദിലീപിനെ കുടുക്കുക അല്ലേ? അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തത്? ആലോചിക്കുക. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് നടന്ന കാര്യങ്ങളാണ്. ഇതിപ്പോ കുറെ പേര് വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ പറയുന്നു, അതിൽ നീ ഇങ്ങനെ ഈ രീതിയിൽ പറയുമെന്ന് വിചാരിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഏത് രീതിയിൽ പറയണം? ഇവിടെ കാണുന്ന വീഡിയോകളും ഇവിടെ കണ്ട തെളിവുകളും വെച്ചിട്ടല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വന്നിരുന്നിട്ട് പലരും ദിലീപിനെ തെറി വിളിക്കുന്ന പോലെ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. എന്റെ മനസാക്ഷിക്ക് കുത്തും. കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ മറ്റേ അങ്ങ് തെറി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ റീച്ച് കിട്ടുമായിരിക്കും. എനിക്കത് വേണ്ട. ദിലീപിനെ ഇപ്പൊ തെറി വിളിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് കൂടുതല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടാ? ഇല്ല, എനിക്കതിന് ആവശ്യമില്ല. സത്യം ചെയ്യിക്കണം. നാളെ ദിലീപാണ് കുറ്റക്കാരനെങ്കിൽ അതും തെളിയണം. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പൾസർ സുനിയുടെ ഫോട്ടോ അല്ലാതെ റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ദിലീപ് നിന്നതിനെ പൾസർ സുനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്കി ചിത്രീകരിച്ച് ഔട്ട് ചെയ്തിട്ട് ദിലീപ് പൾസർ സുനിയായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞിട്ട് എന്തിന്റെ അജണ്ടയുടെ പേരിലാണ്? കോമൺ സെൻസ് യൂസ്, അല്ലാണ്ട് തലച്ചോറിന്റെ അകത്ത് കളിമണ്ണും വാരി വെച്ചിട്ട് ചീഞ്ഞ പരിപാടി കാണിക്കാൻ നിൽക്കരുത്. ബ്ലെൻഡ് ചെയ്തു, 2 ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദിലീപിന്റെ ബാക്കിൽ ഒരുപാട് ദൂരെ ബാക്കിൽ 2 പേര് നിൽക്കുന്നു. അത് പൾസർ സുനിയാണെന്ന് ധ്വനിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ ഒട്ടിച്ചു വെച്ചു. പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ട് വെച്ചു. എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ബിജു മേനോൻ നമ്മുടെ റൺ ബേബി റണ്ണി പറയുന്ന പോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ, അതുകൊണ്ട് 4 ആഴ്ചയാക്കി ജാമ്യം കൊടുക്കരുത്. കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ വിചാരിക്കും. ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ്. ഇത് ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞത് പോലീസിലെ DGP ആയിരുന്ന ഒരു വ്യക്തിയല്ലേ? ശ്രീലേഖ മാഡം അല്ലേ പറഞ്ഞത്? പോലീസിലെ DGP ആയിരുന്ന ഒരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്തു. ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ ഇത്? ഇത് സാധാരണക്കാരൻ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യില്ലേ? പോലീസുകാർ ചെയ്താൽ തെറ്റാണെന്നെങ്കിൽ അതെ, രാഘുലീശ്വർ ഇപ്പൊ ഇടയ്ക്കൊന്ന് അകത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഇനിയിപ്പോ അടുത്ത് പോകും തോന്നുന്നു. ആ വകുപ്പാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞ നമ്മൾ ചില സമയങ്ങളിൽ സത്യം തോന്നുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചെളിവാരി അടിക്കും. അതാണ് വേറൊരു സത്യം. എന്തായാലും നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂടെ, സത്യം ജയിക്കണം. അല്ലാണ്ട് എന്തോന്ന് 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ നമ്മൾ പറയുന്നത്. അത് ജയിക്കണം. ഇനി അതുപോലെ തന്നെ അന്ന് കോടതിയിൽ വന്ന സമയത്ത് ഇവർ മൊഴി മാറ്റി പറഞ്ഞു പലരും. എന്നാൽ ആദ്യം പോലീസുകാർക്ക് കൊടുത്ത മൊഴി വേറെയും പിന്നെ വന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞ കുറെ ടീംസ് ഉണ്ട്. ഞാൻ അതിന്റെ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം. ദിലീപിന് അതിജീവിതയുമായി ശത്രുതയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മഞ്ജു വാര്യർ നൽകിയ മൊഴികൾ, ആ മൊഴിയെ സാധൂകരിക്കണമെങ്കിൽ ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തെ ചില മൊഴികളാണ്. അതായത് കാവ്യ മാധവനും അതിജീവിതയും ദിലീപും ഒന്നിച്ച് അമേരിക്കൻ യാത്രയും അതുപോലെ തന്നെ യൂറോപ്യൻ യാത്രയും നടത്തിയ സമയത്ത് ഒന്നിച്ചുണ്ടായിരുന്ന മറ്റ് താരങ്ങളുടെ മൊഴി അതിൽ അതിനിർണായകമായിരുന്നു. അതെ, അവരുടെ മൊഴി അതിനിർണായകമായിരുന്നു മറ്റു താരങ്ങളുടെ. എന്നാൽ മറ്റു താരങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം വലിഞ്ഞു മാറി. എനിക്കറിയത്തില്ല അതിന്റെ ഉദ്ദേശം എന്താണെന്ന്. എന്തായാലും അതാണ് ഞാൻ പറഞ്ഞത്. ഈ കേസ് നുണപരിശോധനയും നടത്തി CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇത് പറയുമ്പോൾ ഞാൻ എന്റെ നിലപാട് ശരിയല്ല, നീ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല, ഓട്ടോ ഞാൻ പിന്നെ എങ്ങനെയാണ്? ഞാൻ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ എന്നാ പറയണം? ദിലീപിനെ 10 തെറി വിളിയണോ? തെറി വിളിച്ചാൽ നിങ്ങളെ പ്രശ്നം തീരുമോ? രാവിലെ വന്നിരുന്നിട്ട് ദിലീപിനെ 10 തെറി, അവൻ മറ്റേയാണ് മാടാണ് കൂടെ, അവൻ തന്നെ ഇതിന്റെ പിന്നിൽ, അവൻ തന്നെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നങ്ങ് വിളിച്ചാൽ മതിയാ, പ്രശ്നം തീരുമോ? അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മൾ അങ്ങനെയല്ല ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. അത് അത്രയും എവിഡന്റ് ആയിട്ട് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രതികരിക്കാം. അല്ലാത്ത പക്ഷെ നമ്മൾ ചിന്തിച്ചല്ലേ പ്രതികരിക്കണം. ചിലവരൊക്കെ വന്നിരുന്ന് റീച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇരുന്നങ്ങ് പ്രസംഗിക്കും. ദിലീപേ ബോടാ നാറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ല. നമുക്ക് സത്യം തെളിയണം. ഇത് പ്രത്യേകിച്ച് ദിലീപ് തെളിവുകളില്ലാത്ത അടിസ്ഥാനത്തിലാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ട. ആ സ്ഥിതിക്ക് നമ്മളൊന്ന് അന്വേഷിക്കണം. ദിലീപാണോ അല്ലെങ്കിൽ മറിച്ച് മറ്റാരെങ്കിലും ആണോ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ബുദ്ധിപൂർവ്വമാണ് ചിന്തിക്കേണ്ടത്. എടുത്തു ചാടി ഒരാളെ ചീത്ത വിളിച്ചിട്ട് കിട്ടുന്ന മാസ് BGM വേണ്ട. പക്ഷേ അവരാരും ദിലീപും അതിജീവിതയും തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പറ്റിയ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൊഴി നൽകിയിട്ടില്ല എന്നത് പരമപ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ സന്ദർശനത്തിനിടെ
ബസ്സിൽ വെച്ച് താരങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൽ വെച്ച് ഒരു വഴക്കുണ്ടായി. അവിടെ വെച്ച് ദിലീപ് അതിജീവിതയുടെ അടുത്ത് വന്നിരുന്ന് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ മഞ്ജു വാര്യരോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതായത് തനിക്കും കാവ്യയ്ക്കും എതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാറ്റി പറയണം, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് മഞ്ജു വാര്യരോട് പറയണം എന്ന് ആവശ്യപ്പെടുകയും അതല്ലെങ്കിൽ അനുഭവിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതന്ന് അതിജീവിതം സമ്മതിച്ചിരുന്നില്ല. ഞാൻ അങ്ങനെ മാറ്റി പറയില്ല, അത് എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് അതിജീവിത പറഞ്ഞു. ഈ കാര്യം അതിജീവിത മൊഴിയായിട്ടും നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു താരവും, അത് പ്രോസിക്യൂഷൻ സാക്ഷികളായി ചേർത്തിരുന്ന ഒരു താരവും അതിജീവിത പറഞ്ഞ മൊഴിക്ക് സമാനമായ മൊഴി. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഇതിന് തെളിവില്ല. സമാനമായിട്ട് ബസ്സിലുണ്ടായിരുന്ന മറ്റാരും ഇതങ്ങോട്ട് അവർ കണ്ടെന്നോ കേട്ടെന്നോ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരിക്കലും ആ ഒരൊറ്റ റീസൺ കൊണ്ട് ദിലീപ് അങ്ങനെ ചെയ്തെന്ന് പറയിക്കാനോ സ്ഥാപിക്കാനോ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ദയവ് ചെയ്തിട്ട് റീ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം. ഹൈക്കോടതിയാ സുപ്രീം കോടതി വരെയൊക്കെ പോകണം. ഇതിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുപോകണം. CBIക്ക് അന്വേഷണം കൈമാറണം. ഇതല്ലേ രായ്ക്ക് രാമായണം ഇരുന്ന് പറയുമ്പോൾ നമ്മൾ കുറ്റക്കാര്. ഇനി ദിലീപിന്റെ വീട്ടിൽ ഡ്രോൺ പറത്തിയൊരു സെറ്റപ്പ് അന്ന് ഉണ്ടായിരുന്നല്ലോ, മറ്റേ മൊട്ട ടീം. അന്ന് ഡ്രോൺ പറത്തിയപ്പോൾ നല്ല വിമർശനങ്ങൾ ഉണ്ടായി. എന്നാൽ അതിനുശേഷം ന്യൂസ് ചർച്ചയിൽ ഒരു വ്യക്തി വന്നിരുന്ന ആ വിഷയം സംസാരിക്കുന്നുണ്ട്, കേട്ടോ. സ്മൃതി, നിങ്ങളുടെ ഡ്രോൺ തിരിച്ചു വന്നായിരുന്നു നമ്മുടെ ദിലീപിന്റെ അടുക്കളയ്ക്കകത്ത്? പപ്പടമാണോ അത് മറ്റേ ഉരുളക്കിഴങ്ങാണെന്ന് അറിയാൻ പോയി ദിലീപിന്റെ സെപ്റ്റി ടാങ്കിന്റെ അളവ് എടുക്കാൻ ഡ്രോൺ തിരിച്ചു വന്നോ, അതോ ഇസ്രായേൽ വെടിവെച്ചിട്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ? നാണം. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിന് നാണമുണ്ടോ? ലജ്ജ, സ്വല്പം ഉളുപ്പുണ്ടോ? ആദ്യത്തെ ചോദ്യമാണ്. 8.5 വർഷം ഒരാളെ പ്രതിസ്ഥാനത്ത് അങ്ങ് നിർത്തി നാണം കെട്ട് നിങ്ങൾ തല താഴ്ത്തുമ്പോൾ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക അവൾക്കൊപ്പം. പിന്നെ ഞങ്ങളെല്ലാം ആർക്കൊപ്പം? നിങ്ങൾ എന്താ ചെയ്തേ? ആ പാവം പെൺകുട്ടിയെ മറയാക്കി നിങ്ങളുടെ വൈരാഗ്യം തീർക്കാൻ കഥകളും മിനി കഥകളും ഈ നാടിന് അപസ്വർപ്പ കഥകളുമായി പാവപ്പെട്ട മലയാളിയുടെ തലച്ചോറിനെ ബ്രെയിൻ വാഷ് ചെയ്ത് 8.5 വർഷക്കാലം ഇവിടെ ഒരു വലിയ വക്കീൽ ഹാരിഷ് വാസുദേവൻ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? അതായത് ഞങ്ങളുടെ പൊതുസമൂഹത്തിൽ ഈ വ്യക്തി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? ആ അതിജീവിതയായ പെൺകുട്ടിയെ ഈ ഒരു ചാനലിന്റെ അകത്ത് ചർച്ചയ്ക്ക് ഇട്ടിട്ട് പിച്ച് ചീന്തുന്നതിന് തുല്യമല്ലേ കാണിക്കുന്നത്? ഇവിടെ ദിലീപാണ് മറ്റതാണെന്ന് പറഞ്ഞുകൊണ്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നോ അതോ ആയിട്ട് ആക്കാൻ ശ്രമിക്കുന്നോ ഒന്നും അറിയത്തില്ല. സത്യാവസ്ഥ പോലും അറിഞ്ഞുകൂടാതെ ഇങ്ങനെ 8 വർഷം കൊണ്ട് ഈ ഒരു വിഷയം ഇട്ട് ചർച്ച ചെയ്യുന്നു. ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? കോപ്പ് ശ്രമിച്ചിട്ടുണ്ട്. ഈ വ്യക്തി പറഞ്ഞ കറക്റ്റ് അല്ലേ? ഈ വ്യക്തി പറഞ്ഞ് 100% കറക്റ്റ് അല്ലേ? ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. പകരം എന്താ ശ്രമിക്കുന്നത്? ജനങ്ങളുടെ മനസ്സിൽ ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് ഇഞ്ചക്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഒരുപക്ഷെ ദിലീപാണ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. മറിച്ച് ജനങ്ങളുടെ തലയ്ക്കകത്ത് ഇങ്ങനൊരു സാധനം ഓൾറെഡി ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിലീപാണ് ഇതിന്റെ പിന്നിൽ. അത് ആരെ കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റാത്ത രീതിയിൽ, ജനങ്ങളെ മറിച്ച് ചിന്തിക്കാൻ വിടാത്ത രീതിയിൽ ഈ മീഡിയാസ്, നമ്മുടെ ഓൺലൈൻ മീഡിയാസ് അല്ല, ഈ മെയിൻ സ്ട്രീം മീഡിയാസ് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനങ്ങൾ മറിച്ച് ചിന്തിക്കുന്നില്ല. അന്ന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ? എന്തിന്? ഈ പൾസസുനിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ അടക്കം വ്യാജമാണ്. എന്ത് പറയുന്നില്ല, ആർക്കും ഒന്നും സംസാരിക്കാനില്ല. ഇനിയിപ്പോ നാളെ ചിലപ്പോൾ ഒരു കല്യാണ രാമനിൽ ഒരുമിച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ദിലീപ് അവനും കൂടി ചേർന്ന് തന്നെ ചെയ്തേന്ന്. മനസ്സിലാക്കുക. ജയിലിൽ നിന്നൊരു കത്ത് എഴുതിയല്ലോ ദിലീപിന്. ആ കത്തെഴുതുന്ന സമയത്ത് പൾസസുനിക്ക് അറിയത്തില്ലേ അത് ദിലീപിന്റെ കയ്യിലെത്തും മുന്നേ അവിടെ ഉള്ളവർ വായിക്കുമെന്ന്? അപ്പൊ അത് മനഃപൂർവ്വം അവർ ക്രിയേറ്റ് ചെയ്ത സാധനമല്ലേ? ലോജിക്ക് വെച്ച് ചിന്തിക്കും. അല്ലാണ്ട് രായ്ക്ക് രാമായണം ദിലീപ് എന്ന് പറയാണ്ട് അത് ചിന്തിക്കും. ദിലീപാണ് തെറ്റുകാരനെ ശിക്ഷിക്കപ്പെടണം. മറിച്ചാണെങ്കിൽ നീയൊക്കെ ഈ കിടന്ന് പറഞ്ഞതിനും കുരച്ചതിനും കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അത് എല്ലാവർക്കും അടിക്കും. അതൊന്നും ആലോചിച്ചിരുന്നാൽ മതി. ഇനി നമ്മുടെ നടൻ സലീം കുമാർ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, ഒന്ന് കേട്ടു നോക്ക്. ദിലീപ് സലീം കുമാറിന്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ പറഞ്ഞ വാക്കുകളുടെ ആ ഒരു കഴമ്പും അതിന്റെ ഒരു ശക്തിയും സലീം കുമാർ പറയുന്നതെന്ന് കേട്ടു നോക്ക്. ദിലീപ് ചെയ്ത കാര്യങ്ങളും ശരിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അയാളെ വിധിക്കേണ്ട ആളുകൾ നമ്മളല്ല. അഥവാ ചെയ്തിട്ടുണ്ട് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. ചിലപ്പോൾ അയാൾ തെറ്റുകാരനല്ലെങ്കിലും ഞാൻ ഞാനിത് മനുഷ്യൻ ചോദിച്ചു ഇത് ശരിയാണോ ചെയ്തതെന്ന് വെച്ചപ്പോൾ മക്കളെ പിടിച്ച് സത്യം ചെയ്യണം, ഞാൻ ചെയ്തിട്ടില്ല. സ്വന്തം മക്കളെ പിടിച്ചിട്ട് ദിലീപ് സത്യം ചെയ്തു, താൻ ചെയ്തിട്ടില്ല, നോക്കിയ കള്ള സത്യം എന്ന് പറഞ്ഞു വാദിക്കാം. പക്ഷെ ആ വ്യക്തി അങ്ങനെ സത്യം ചെയ്തു എന്ന് പറയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മക്കളെക്കാളും വലുത് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ മക്കള്, അപ്പനമ്മ, ആ ഒരു ഫാമിലിയെക്കാളും വലുത് നമുക്കൊന്നും ഇല്ല.
വേണമെങ്കിൽ സലീംകുമാർ ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ അതൊക്കെ കോടതി തെളിയിക്കട്ടെ, അപ്പോഴും നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒഴിയാം. പക്ഷെ പേഴ്സണലി സംസാരിക്കുന്ന സമയത്ത് തന്റെ മക്കളെ പിടിച്ച് സത്യം ചെയ്തു എന്നാണ് പറയുന്നത്, താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. നാളെ ഈ പറഞ്ഞതുപോലെ സത്യം വേറൊന്നായിരുന്നു തിരിച്ചറിയുന്ന ഒരു കാലം, ഉമ്മൻചാണ്ടി സാറിന്റെ പോലത്തെ ഒരു കാലം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സത്യം ഇതല്ലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെളിവാരി എറിഞ്ഞതും കല്ലുവാരി എറിഞ്ഞ ജനങ്ങൾ എന്ത് ചെയ്യും? ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരുന്ന സമയത്ത് മറ്റേ അപരാധം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചർച്ച. എന്നാൽ മരണപ്പെട്ടതിന് ശേഷം അങ്ങേര് നല്ലവനാണെന്ന് വാഴ്ത്തപ്പെട്ടു. അതുപോലെ ഒരു കാലം ഉണ്ടാവാതിരിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ താൻ നിരപരാധി ആണെങ്കിൽ തെളിയട്ടെ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, കൂടുതലൊന്നും പറയാനില്ല. ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം കേട്ടോ. എത്ര വർഷം കൊണ്ട് ദിലീപിന്റെ കരിയർ ഭയങ്കരമായിട്ട് നശിച്ച പോലെ തോന്നുന്നുണ്ട്. ആര് പറഞ്ഞു? എന്നാലും കുറെ അവസരങ്ങൾ നടന്നില്ല. എല്ലാ മാധ്യമങ്ങളെയും കുറ്റം അതെ, മീഡിയക്കാർ ഒരുപാട് ശ്രമിച്ചിരുന്നു. എല്ലാ മാധ്യമങ്ങളെയും കുറ്റം പറയുന്നില്ല, ഒരുപാട് മീഡിയക്കാർ അങ്ങനെ ശ്രമിച്ചിരുന്നു. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചില്ലേ ചെളിവാരി അടിക്കാനും താഴ്ത്തിക്കെട്ടാനും കരിയർ ഫ്ലോപ്പാക്കാനും നശിപ്പിച്ച് നാറാണത്താക്കാനും. ഇനിയിപ്പോ പുതിയ സിനിമ വരുന്നു, അതിനും വിമർശനം. വല്ലാത്ത അവസ്ഥയുടെ. ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം കേട്ടോ. ദിലീപ് വിരോധികളുടെ അഭിപ്രായങ്ങൾ തേടുന്നു. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അതായത് ദിലീപ് പറഞ്ഞതാണ്, ഞാൻ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണ്. ഇതാണ് വാർത്ത. അപ്പോൾ ഈ വാർത്ത നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം അവിടെ ദിലീപ് ഈസ് റെഡി ഫോർ ലൈവ് ഡിറ്റക്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും ഹിന്ദുവിൻ്റെയും അങ്ങനെയുള്ള കുറേ വാർത്തകളുടെ ലിങ്ക് കിട്ടും. അപ്പം ഞാൻ ചോദിക്കുന്ന ഇതാണ്, അയാൾ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പറയുമോ ഇല്ലയോ? ഇതാണ് എൻ്റെ ചോദ്യം. ഇനി പൾസർ സുനിയെ എന്തുകൊണ്ട് നുണപരിശോധനയ്ക്ക് വിധേയനാക്കുന്നില്ല എന്നും മറ്റൊരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരാളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നുണ്ടെങ്കിൽ അയാളും കൂടെ വിചാരിക്കണം, അതായത് അയാളുടെ സമ്മതം വേണം എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ നിയമം. ഓക്കെ, ശരി. പക്ഷേ ഇയാളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് കോടതിയിലോട്ട് ഇവർ അപേക്ഷ വെക്കണം. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഇവർ മുന്നോട്ട് വെച്ചിട്ടില്ല. മനസ്സിലായോ? അതായത് കോടതിയിൽ പോയിട്ട് ഇന്ന പോലെ പൾസർ സുനിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അപ്പം കോടതി ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സംഭവം മുന്നോട്ട് വെക്കണ്ടേ? അങ്ങനെ ഒരു സാധനമേ ഇവർ മുന്നോട്ട് വെച്ചിട്ടില്ല. അതിന് ശേഷമല്ലേ പിന്നെ പൾസർ സുനി സമ്മതിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു പ്രക്രിയ ഇവർ തുടങ്ങി വെച്ചിട്ട് പോലുമില്ല. അതെന്തുകൊണ്ടാണ്? നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന ദിലീപിന്റെ പ്രഖ്യാപനം പോലീസ് മുഖവിലേക്ക് എടുത്തേക്കില്ല. സത്യാവസ്ഥ കണ്ടെത്താൻ മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന നിഗമനത്തിലാണ് അന്വേഷണം. അതേസമയം ദിലീപിന്റെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് ബോധപൂർവം തന്നെയെന്നും വ്യക്തമാകുന്നുണ്ട്. ഒരു സൈഡിൽ ദിലീപ് പറയുന്നു ഞാൻ നുണപരിശോധനയ്ക്ക് റെഡിയാണ്, അതേസമയം ഇപ്പുറത്തെ വശത്ത് പൾസർ സുനിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടികൾ സ്വീകരിക്കണ്ടേ, അതിന് തുടക്കമെങ്കിലും കുറിക്കണ്ടേ? അതും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ബട്ട് വൈ? കറക്റ്റ് അല്ലേ? ദിലീപ് തയ്യാറാണ്, നുണപരിശോധനയ്ക്ക് തയ്യാറാണ്, CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ തയ്യാറാണ്, എല്ലാം തയ്യാറാണ്. പക്ഷെ പൾസർ സുനിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തയ്യാറാണോ? ഇല്ല, തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? ബട്ട് വൈ? ഇതാണ് എന്റെയും ചോദ്യം. എന്തും ഫേസ് ചെയ്യാൻ ദിലീപ് തയ്യാറാണ്, എന്തും ഫേസ് ചെയ്യാൻ. പക്ഷേ ബാക്കിയുള്ളവരൊന്നും തയ്യാറല്ല. ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലെ അജണ്ട? നമ്മൾ പറയുമ്പോൾ നമ്മൾ പൈസ വാങ്ങിയിട്ട് പണിയെടുക്കുന്നവൻ, നല്ല പേരാണ്. ഇനി മുന്നേ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, സുനിയും ദിലീപിന്റെ മാനേജറുമായിട്ടുള്ള ഒരു സംസാരം. മുന്നേ ആരും മറന്നിട്ടില്ലെങ്കിൽ അതൊന്നും ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണുവിന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നു. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ വിളിച്ചതിന്റെ ശബ്ദരേഖയാണ് പുറത്തായത്. ജയിലിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ സംഭാഷണത്തിന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. പറയണൊന്ന് മൊത്തം കേട്ടോട്ടോ. എന്താന്ന് പറയാൻ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ റെക്കോർഡ് ചെയ്തോ. 1.5 കോടി രൂപ മാസം കൊണ്ട് തരാൻ പറ്റിയെങ്കിൽ എന്ത് 1.5 കോടി രൂപ 3 മാസം. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒരു കത്ത് കൊടുത്തു വിളിച്ചിട്ട് ഇത് നോക്കുക. ഞാനിപ്പോ JD-ന്നാണ് വിളിക്കുന്നത്. ഞാൻ JD-ന്നാണ് വിളിക്കുന്നത്. ബുധനാഴ്ചയാണ് വിളിക്കാൻ പറ്റുമോ? ഓക്കെ, JD-ന്ന് വിളിക്കാൻ ബുധനാഴ്ച വിളിക്കുന്നത്. അതിന് ഇതാരാ നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാ എന്നെ വിളിക്കുന്നത്? അപ്പുണ്ണി സംസാരിക്കാൻ ഇത് കൂട്ടാക്കണം. എന്താന്ന് വെച്ചാൽ ഞാൻ കൂട്ടാക്കാൻ ഞങ്ങൾക്ക് ഇതുമായിട്ട് എന്താ ബന്ധം? പിന്നെ ഞങ്ങളെ വിളിക്കുന്നത് എന്നെ വിളിക്കേണ്ട കാര്യമല്ല. ഞാൻ വിളിക്കേണ്ടത് നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിക്കുന്നവരൊക്കെ പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ മാത്രം മതി. എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊരു ആവശ്യമില്ല. എന്നെ വിളിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങളോട് എല്ലാവരും നിങ്ങൾ എവിടെ നിന്നായാലും സുനിയുടെ കൂടെയുള്ള സഹതടവുകാരനെന്നാണ് പറയുന്നത് വിഷ്ണു. അന്ന് മാനേജറായിട്ടുള്ള ദിലീപിന്റെ മാനേജറായിട്ടുള്ള വ്യക്തിയെ വിളിക്കുന്നതാണ് അപ്പുണ്ണി എന്ന് പറയുന്ന വ്യക്തിയെ. ഈ കോള് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും ഇവരുമായിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടും കാണിക്കുന്ന ഒരു കോളാണെന്ന് ഏതൊരുത്തനും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ലേ?
എന്തോന്നടേ ഇനി വേറൊരു ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അയ്യേ അയ്യേ എന്ന് എനിക്ക് തോന്നിപ്പോയി. കേട്ടു നോക്കാം. മോഹൻലാലും ബബ്ബ നോക്കാം. എന്റെ സിനിമയിൽ പോയി അഭിനയിച്ച ലാലേട്ടനെ എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാണ്. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അവനൊക്കെ വെറും അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ, നമുക്കെന്താ. അഖിൽ മാരാറില്ല, അഖിൽ മാരാർ. പക്ഷെ ദിലീപ് ഭാഗമായി സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്രയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ്. മലയാള സിനിമ ലോകോത്തരത്തിൽ എത്തിയ നാളുകളാണ്. ദിലീപിന്റെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയും അങ്ങനെ ലോകോത്തരമായിട്ട് മലയാള സിനിമയ്ക്ക് മുന്നേറ്റം ഉണ്ടാവുള്ളൂ. ചേച്ചി പോവാൻ മച്ചി, വയസ്സാം കാലത്ത് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇതൊക്കെ എവിടെ നിന്നാ വരുന്നേ? കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, കുറെ എണ്ണം. സത്യം തെളിയിക്കണമെന്നൊന്നുമില്ല. ദിലീപ് 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 കഷ്ടോടെ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.